2018 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം സ്റ്റുഡന്റ് ഡേയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മീറ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എപ്പോഴും തനിച്ചിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന എഴുത്ത് പാഷനായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. മീറയുടെ വിചിത്രമായ സ്വഭാവം കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും അവളെ ബുള്ളി ചെയ്യുമായിരുന്നു. അവൾ എപ്പോഴും ഒറ്റയ്ക്ക് സമയം ചെലവിടാനും ലൈബ്രറിയിൽ ബുക്ക് വായിച്ച് അവിടെ തന്നെ ഭക്ഷണം കഴിച്ചിരിക്കാനും ഒക്കെയായിരുന്നു കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത്. മികച്ച റൈറ്റർ ആയതുകൊണ്ട് തന്നെ സ്കൂൾ കോമ്പറ്റീഷനിൽ അവൾക്ക് 3ാം സ്ഥാനം ലഭിച്ചു. റേയുടെ ഈ സ്വഭാവത്തിന് പിന്നിൽ അവളുടെ തകർന്ന കുടുംബവും ഒരു പ്രധാന കാരണമായിരുന്നു. റേയുടെ അച്ഛൻ ഒരു കുടിയനാണ്. കുടിച്ചിട്ട് വന്ന അയാൾ മിക്കപ്പോഴും റേയെ മർദ്ദിക്കുമായിരുന്നു. അച്ഛൻ വന്ന് ഉപദ്രവിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ ബാത്റൂമിനുള്ളിൽ കയറിയായിരുന്നു പലപ്പോഴും അവൾ ഒളിച്ചിരുന്നത്. റേയുടെ അമ്മയാകട്ടെ തൂപ്പുകാരിയായി ഒരിടത്ത് ജോലി നോക്കുകയായിരുന്നു. മുഴുവൻ സമയ ജോലിയിലായതിനാൽ അമ്മയെ വളരെ കുറച്ചു സമയം മാത്രമേ അവൾക്ക് അടുത്ത് ലഭിച്ചിരുന്നുള്ളൂ. അതിൻ്റെതായ സ്നേഹക്കുറവും പരിപാലനക്കുറവുമൊക്കെ റേ തന്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിരുന്നു. വണ്ടറിംഗ് വേൾഡ് എന്ന പേരുള്ള ഒരു ഓൺലൈൻ ഗെയിം കളിക്കാൻ അവൾക്കേറെ ഇഷ്ടമായിരുന്നു. ഗെയിം കളിക്കുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന് താൻ രക്ഷപ്പെടുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഗെയിമിനകത്ത് ഡാർക്ക് എന്ന പേരുള്ള ആൺകുട്ടിയായ അമ്പെയ്ത്തുകാരനായിട്ടായിരുന്നു അവൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഗെയിം കളിക്കുന്ന ആർച്ചേഴ്സായ കുറച്ചു പേർക്കൊപ്പം അവൾ ഒരു സംഘവും രൂപീകരിച്ചിരുന്നു. അതിൽ യാങ് എന്നൊരു പയ്യനെ അവൾ തന്റെ ക്രഷായി കരുതിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഹുയിന എന്ന പേരുള്ള ഒരു ലേഡി ക്യാരക്ടറും ഉണ്ടായിരുന്നു. ഹുയിനയെ തന്റെ ക്ലാസ്സിലെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയായ ബേക്കായിട്ടായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അടുത്ത ദിവസം ക്ലാസ്സിൽ വന്ന ടീച്ചർ കുട്ടികളോട് ഗ്രൂപ്പായി പിരിയാനും ഒന്നിച്ച സിനിമ കാണാനും ആവശ്യപ്പെട്ടു. അവൾ ഉണ്ടായിരുന്നത് അവളുടെ ക്രഷായ യാങ്ങുള്ള അതേ ഗ്രൂപ്പിലായിരുന്നു. മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനൊന്നും ഒന്നിച്ചങ്ങനെ സിനിമ കാണുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റേയെയും യാങ്ങിനെയും തനിച്ചാക്കി അവരൊക്കെ അവിടെ നിന്ന് പോയി. റേയും യാങ്ങുമാകട്ടെ സിനിമ കാണാനും ആരംഭിച്ചു. സിനിമ കാണുമ്പോൾ അത്രയും റേ യാങ്ങിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. യാങ് നല്ലൊരു പയ്യനായതുകൊണ്ട് തന്നെ റേക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ ഒരിക്കൽ പോലും ബുള്ളി ചെയ്യാത്ത ഒരേ ഒരാൾ അവൻ മാത്രമായിരുന്നു. എന്തിനേറെ പറയുന്നു, റേ റേറ്റിംഗ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തപ്പോൾ അവൾക്കായി കൈയടിച്ചത് അവൻ മാത്രമായിരുന്നു. അങ്ങനെ യാങ് റേക്ക് ഏറെ പ്രിയപ്പെട്ടവനായി. പക്ഷെ വൈകാതെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അവളെ തേടി എത്തുകയായിരുന്നു. അവൾ കളിച്ചുകൊണ്ടിരുന്ന ഓൺലൈൻ ഗെയിം വൈകാതെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജ് ആയിരുന്നു അതിന് കാരണം. റേക്ക് വലിയ ദുഃഖം തോന്നി. അന്ന് ഹുയിനക്കൊപ്പമായിരുന്നു അവൾ അവസാനമായി കളിച്ചത്. ഗെയിം ക്ലോസ് ചെയ്തു പോയാലും തങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കാതിരിക്കാൻ ഗെയിം ക്യാരക്ടർ ഹുയിന റിയൽ ലൈഫിൽ താൻ എവിടെയാണുള്ളത് എന്ന കാര്യം അവളോട് പറഞ്ഞു. പാർക്കിൽ ഫ്രീ ഹഗ്സ് കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്നായിരുന്നു ഹുയിന പറഞ്ഞത്. നിനക്ക് എപ്പോഴൊക്കെ കാണണമെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് ഹുയിന റേയോട് പറയുകയും ചെയ്തു. ഈ സമയം റിയൽ ലൈഫിൽ മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. വളരെ പരിമിതമായി സംസാരിക്കുന്ന ക്ലാസ്സിലെ സുന്ദരിയായ ബേക്ക് എന്ന പെൺകുട്ടി ഹുയിനയോട് കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങുകയും അവളോട് സൗഹാർദ്ദപരമായി അടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അവർ ഒരുപാട് സംസാരിച്ചു. അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് റേ എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ സ്റ്റോറിയെ സംബന്ധിച്ചായിരുന്നു. ബേക്ക് റേയുടെ PE ക്ലാസ്സിലെ പാർട്ട്ണറായി. മാത്രമല്ല റേക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ വളരെ കാര്യമായെടുത്ത് അവളെ പരിചരിക്കുകയും ഒക്കെ ചെയ്തു. തനിക്ക് റിയൽ ലൈഫിൽ ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ കിട്ടിയതായി ചിന്തിച്ച് റേക്കും ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ എന്നാലും എന്തിനായിരിക്കും ബേക്ക് പെട്ടെന്ന് അങ്ങനെ റേയുമായി സൗഹൃദത്തിലായത്? ബേക്കിന്റെ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും? എന്തായാലും നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം യാങ് റേക്ക് അടുത്തെത്തി താൻ ഡ്രംസ് പഠിക്കാൻ പോകുന്നുണ്ട് എന്ന് അവളോട് പറഞ്ഞു. സ്കൂളിലെ ബാൻഡ് മെമ്പേഴ്സ് അത് കേട്ടിരുന്നു. അവർ യാങ്ങിനടുത്തെത്തി അവനെ സ്കൂൾ ബാൻഡിൽ ചേരാനായി ക്ഷണിച്ചു. താൻ ഡ്രംസ് പഠിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് യാങ് പറഞ്ഞെങ്കിലും അതൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു ബാൻഡ് മെമ്പേഴ്സ് പറഞ്ഞത്. സ്കൂൾ ബാൻഡിലെ മെമ്പറായതോടെ യാങ്ങിന് പരക്കെ അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ അവന്റെ പിന്നാലെ കൂടി. യാങ് പതിയെ പോപ്പുലർ ആവാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ യാങ് നേരെ പോയത് റേയുടെ അടുത്തേക്കായിരുന്നു. റേയുടെ അടുത്ത് താനിപ്പോ സ്കൂൾ ബാൻഡിലെ മെമ്പറായി അവരെന്നെ സ്വീകരിച്ചു എന്ന സന്തോഷത്തോടെ അവൻ പറഞ്ഞു. ക്ലാസ്സിലെ കുട്ടികളൊക്കെ അതിശയത്തോടെയായിരുന്നു അത് നോക്കിക്കണ്ടത്. യാങ് എന്തിനാ റേയുടെ അടുത്ത് പോയി അതങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അവർക്കിടയിൽ ഡിസ്കഷൻ വന്നു. യാങ്ങിന് റേയോട് പ്രണയമുണ്ടാവുമോ? എന്തു തന്നെയായാലും റേക്ക് പക്ഷേ യാങ് അങ്ങനെ പോപ്പുലർ ആവാൻ തുടങ്ങിയതോടെ ഉള്ളിൽ പേടി വരികയായിരുന്നു ചെയ്തത്. കാരണം അവളുടെ ക്രഷായ യാങ്ങിന് പിന്നാലെ കുട്ടികളൊക്കെ വന്നു നിറയുമല്ലോ. അതവൾക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതിനെപ്പറ്റി ആരോടെങ്കിലും സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. ഹുയിനയുടെ കാര്യമൂർത്തി അവൾ നേരെ പാർക്കിലേക്ക് പോയി. അധികം അന്വേഷിക്കാതെ തന്നെ ഫ്രീ ഹഗ്സ് കൊടുക്കുന്നിടത്ത് ഹുയിനയെ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ഹുയിന ഒരു കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഫ്രീ ഹഗ്സ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. താൻ
ഓൺലൈൻ ഗെയിമിലെ ഡാർക്ക് ആണെന്നും മെയിൽ ക്യാരക്ടറായി വന്ന് മെയിൽ ക്യാരക്ടറെ പോലെ നടിക്കുകയാ താൻ ചെയ്തതെന്നും റേ ഹുയീനയോട് പറഞ്ഞു. അതിന് ഹുയീനയ്ക്കടുത്ത് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ചെറിയ പരിചയപ്പെടലിനും മറ്റും ശേഷം റേ ഹുയീനയ്ക്കടുത്ത് യാങ്ങിനെ പറ്റിയും താൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയും പറയാൻ തുടങ്ങി. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത്രയും ഹുയീന ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. കോസ്റ്റ്യൂമിനകത്തായിരുന്ന ഹുയീന തല കുലുക്കുകയും ആംഗ്യങ്ങൾ കാട്ടി മറുപടി കൊടുക്കുകയും മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്തോ അതുകൊണ്ടായിരിക്കണം ഹുയീനയോട് സംസാരിച്ചപ്പോൾ റേക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അടുത്ത ദിവസം സ്കൂളിൽ റേക്ക് അടുത്തൊരു മോശം ദിവസം കൂടി സംഭവിക്കുകയായിരുന്നു. ക്ലാസ്സിലേക്ക് എത്തിയ ടീച്ചർ അന്ന് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. കാരണം റേയും ബേക്കും സബ്മിറ്റ് ചെയ്ത സ്റ്റോറി ഒരേപോലെ ഇരിക്കുന്നു എന്ന ആരോപണമായിരുന്നു ടീച്ചർ ഉന്നയിച്ചത്. അതും റേറ്റിംഗ് കോമ്പറ്റീഷന് സബ്മിറ്റ് ചെയ്തതാകുമ്പോൾ ആരാ കോപ്പി അടിച്ചത് എന്നത് വലിയ പ്രശ്നമായി മാറും. വൈകാതെ ബേക്ക് എന്തിനാണ് റേയുമായി സൗഹൃദം സ്ഥാപിച്ചത് എന്ന കാര്യം അവിടെ വെച്ച് വ്യക്തമായി. റേയുടെ സ്റ്റോറി മനസ്സിലാക്കി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യാനായിരുന്നു ബേക്കിന്റെ ശ്രമം. അതിനായിരുന്നു അവൾ അടുപ്പം കാണിച്ചതും. എന്നിരുന്നാൽ തന്നെയും ബേക്ക് അതൊന്നും സമ്മതിക്കാൻ തയ്യാറായില്ല. നിർഭാഗ്യവശാൽ ടീച്ചറും കുട്ടികളും എല്ലാവരും സപ്പോർട്ട് ചെയ്തതും ബേക്കിനെ തന്നെയായിരുന്നു. റേ തട്ടിപ്പുകാരിയാണ് എന്ന തരത്തിൽ ക്ലാസ് മുഴുവൻ സംസാരം നിറഞ്ഞതും കുട്ടികൾ എല്ലാവരും റേയെ ഒറ്റപ്പെടുത്താനും കൂടുതൽ ബുള്ളി ചെയ്യാനും ആരംഭിച്ചു. എല്ലാത്തിലും ഉപരിയായി യാങ്ങും ബേക്കും അടുപ്പത്തിലാണ് എന്ന കാര്യവും പുറത്തു വന്നു. എല്ലാം കൂടി ആയപ്പോൾ റേ ആകെ തകർന്നുപോയിരുന്നു. സ്കൂളിലെ ഭീകരമായ ദിവസങ്ങൾക്കൊടുവിൽ തന്റെ കയ്യിലെ പണം മുഴുവൻ തീർന്നിരിക്കുന്നതായി റേ മനസ്സിലാക്കി. അടുത്ത ദിവസം വീട്ടിലെത്തിയ അവൾ ചിലവുകൾക്കായി അച്ഛന്റെ അടുത്ത് നിന്ന് പണമെടുക്കുന്ന സമയം അച്ഛൻ അത് കണ്ടു. അച്ഛന്റെ പണം അവൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നവൾക്ക് മേൽ ആരോപിച്ചു. ഇത്തവണ അവളുടെ അച്ഛൻ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. നിന്നെ ജനിപ്പിച്ചതുപോലും എന്റെ ഒരു തെറ്റായിപ്പോയി എന്നയാൾ പറയുക പോലും ഉണ്ടായി. റേയുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമായിരുന്നു അത്. ജീവിതത്തിലെ തകർച്ചകളെ എതിരിടാൻ റേക്ക് മനക്കരുത്തുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭാരമായിട്ടുള്ള താൻ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന തരത്തിലൊക്കെ അവൾ ചിന്തിക്കാൻ ആരംഭിച്ചു. ആരും തന്നെ സ്നേഹിക്കുന്നേയില്ല എന്ന് പോലും അവൾക്ക് തോന്നി. എല്ലാം അവസാനിപ്പിക്കുന്നതിനെ പറ്റി അവൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നിരുന്നാൽ തന്നെയും അവൾക്കായി ഹുയീന ഒരു വശത്തുണ്ടെന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമായി ഹുയീനയെ ചെന്നുകണ്ട് ഒരു ഫെയർവെൽ പറയാൻ അവൾ തീരുമാനിച്ചു. എല്ലാം അറിഞ്ഞ ഹുയീന അവളെ തടഞ്ഞു നിർത്തുകയും ആദ്യമായി തന്റെ കോസ്റ്റ്യൂം ഊരി അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തന്റെ കൺമുമ്പിൽ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു റേ കണ്ടത്. കാരണം ഹുയീന എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്നത് ഗെയിം കളിച്ചിരുന്നത് ജെ എന്ന പേരിലുള്ള സുന്ദരനായ ഒരു പയ്യനായിരുന്നു. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കണമെന്നും അതൊക്കെ നടപ്പിലാക്കണം. കാരണം മരണത്തിന് ശേഷം നമുക്ക് കുറ്റബോധം തോന്നരുതല്ലോ, നിരാശ അനുഭവപ്പെടരുതല്ലോ എന്നൊക്കെ അവൻ അവളോട് പറഞ്ഞു. പിന്നാലെ തന്റെ ജീവിതത്തെപ്പറ്റിയും അവൻ പറഞ്ഞുകൊടുത്തു. വളരെ കഷ്ടത നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലായിരുന്നു ജെയും ജീവിച്ചത്. ഒരിക്കൽ അവനും ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അവൻ അതുപോലൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ഇപ്പോൾ അതിലെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്ന് അവളോട് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തനിക്ക് റേയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും എന്നും അവൻ പറഞ്ഞു. റേ അത്രമേൽ തകർന്നിരുന്നതുകൊണ്ട് അവൾക്ക് ലിസ്റ്റിൽ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ നീ ഹോണ്ടയിലേക്ക് പോകണം എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ജെ അവൾക്കടുത്ത് ചോദിച്ചു. അതോടെ അവളുടെ ലിസ്റ്റിലെ ആദ്യത്തെ സംഗതി എത്തി. റേയും ജെയും കൂടി ഹോണ്ടയിൽ പോവുകയും അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുകയും ചെയ്തു. ഒരു പിസ്സ ഷോപ്പിൽ പോയി അവരൊന്നിച്ച് വലിയൊരു പിസ്സ കഴിച്ചു. അത് ജെയുടെ ലിസ്റ്റിലുള്ളതായിരുന്നു. വളരെ വലിയൊരു പിസ്സ ആസ്വദിച്ച് കഴിക്കണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. ജീവിതത്തിൽ ഇത്ര നാളായിട്ടും ഒരു റെസ്റ്റോറന്റിൽ തനിച്ചുപോയി അത് കഴിക്കണമെന്നുള്ളത് കൊണ്ട് അവനതിന് ധൈര്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ റേയും കൂടെ കിട്ടിയപ്പോൾ അവനതങ്ങ് കംപ്ലീറ്റ് ആക്കുകയായിരുന്നു. ജെയ്ക്ക് എന്ന ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണമായിരുന്നു. അല്പം ഭയമുള്ളത് കൊണ്ട് തന്നെ റേയോടും തന്റെ കൂടെ വരാൻ അവൻ ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് വ്യക്തമായത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുക എന്നത് അവന്റെ ലിസ്റ്റിലുള്ള ഒരു സംഗതി കൂടിയായിരുന്നു. ജെയ്യുടെ കമ്പനി ലഭിച്ച് അങ്ങനെ പലയിടത്തുമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ റേക്ക് വലിയ ആശ്വാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും അവൾക്ക് കൈവന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസത്തെ അവധിക്ക് ശേഷം അവൾ സ്കൂളിലേക്ക് എത്തി. എന്തിനേറെ പറയുന്നു, അവൾ ബേക്കിനടുത്തേക്ക് ചെല്ലുകയും ബേക്കിനടുത്ത് അവൾ ചെയ്ത കളവിനെ പറ്റിയും തന്റെ എഴുത്തുമോഷണത്തെ പറ്റിയും സത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അവൾ ആവശ്യപ്പെടുകയും ചെയ്തു. ബേക്ക് പക്ഷെ അപ്പോഴും അത് അംഗീകരിക്കാനോ സമ്മതിച്ചു കൊടുക്കാനോ തയ്യാറായിരുന്നില്ല. അതോടെ ധൈര്യത്തിൽ അവൾ ടീച്ചറുടെ അടുത്തേക്ക് എത്തി. പക്ഷേ ആ പ്രോബ്ലമൊക്കെ അവസാനിച്ചതാണെന്നും അതുകൊണ്ട് ഇനി അതിന്റെ പിന്നാലെ പോവണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ടീച്ചറിനുണ്ടായിരുന്നത്. പക്ഷേ റാക്ക് എന്നു പേരുള്ള ക്ലാസ്സിലൊരു വിദ്യാർത്ഥിക്ക് ബേക്കിനെ ഇഷ്ടമായിരുന്നില്ല. റാക്കിന് റേ അക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നു. റാക്ക് ആ പ്രശ്നത്തിന്റെ വിവരങ്ങൾ മുഴുവൻ മീഡിയയിലേക്ക് എത്തിക്കുകയും അത് പത്രവാർത്തയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതോടെ അത് സ്കൂളിൽ വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കാൻ ആരംഭിച്ചു.
സ്കൂളിന്റെ പ്രതിച്ഛായ തന്നെ പുറത്ത് നഷ്ടപ്പെടുന്ന കാര്യമായതിനാൽ സ്കൂളിന്റെ ഒഫീഷ്യൽസ് അടക്കം പ്രശ്നത്തിൽ ഇടപെട്ടു. വൈകാതെ റേയെയും ബേക്കിനെയും ഒന്നിപ്പിച്ചു നിർത്തി ഒരു വിചാരണ നടത്താനും ഒരു കമ്മിറ്റി ഉണ്ടാക്കാനും അവർ തീരുമാനിച്ചു. വൈകാതെ അത്തരത്തിൽ കമ്മിറ്റി തയ്യാറായി. ബേക്കും റേയും വിചാരണയ്ക്കും എത്തി. ആരിൽ നിന്നാണ് കോപ്പി ചെയ്തത് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. സ്കൂൾ പ്രിൻസിപ്പൽ ചോദ്യം ഉന്നയിച്ചതും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ബേക്ക് താനാണ് മോഷ്ടിച്ചത് എന്നേറ്റു പറഞ്ഞ് കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായി. അതോടെ കാര്യങ്ങൾ 360 ഡിഗ്രി തിരിയുകയായിരുന്നു എന്ന് വേണം പറയാൻ. റേയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതോടെ ബേക്കിനെ സപ്പോർട്ട് ചെയ്തു നിന്നിരുന്ന എല്ലാവരും ബേക്കിനെതിരെ തിരിഞ്ഞു. ബേക്കിനെ ബുള്ളി ചെയ്യാനും ഉപദ്രവിക്കാനും കളിയാക്കാനും മറ്റും ആരംഭിച്ചു. റേ കടന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും ബേക്കും കടന്നുപോവാൻ തുടങ്ങി. റേയാകട്ടെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. കുട്ടികൾ ആരും ഇപ്പോൾ അവളെ ബുള്ളി ചെയ്യാറേയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും റേക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയിരുന്നില്ല. ബേക്കിന്റെ കാര്യത്തിൽ അവൾക്ക് സങ്കടവും ഉണ്ടായിരുന്നു. ബേക്ക് ബുള്ളി ചെയ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെയും ഒരു മടിയും കൂടാതെ റേ അവളെ സഹായിച്ചു. ഒരു ദിവസം പാർക്കിൽ വെച്ച് റേ ഫ്രീ ഹഗ്സ് കൊടുക്കുന്ന ജെയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ജെയുടെ പെരുമാറ്റത്തിലൊക്കെ വല്ലാത്തൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഹഗ് കൊടുക്കാൻ താല്പര്യമില്ലാതെ ഒരു പയ്യൻ കടന്നുപോയെങ്കിലും ജെ നിർബന്ധപൂർവം ആ പയ്യനെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനാകട്ടെ ദേഷ്യത്തിൽ ജയെ തള്ളിയിടുകയും ചെയ്തു. വൈകാതെ ജെ തന്റെ മുഖം മൂടിയൂരി ആ പയ്യന് മുമ്പിലെത്തി. ആ പയ്യൻ പണ്ട് ജെ ബുദ്ധിമുട്ടിച്ച് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നതോടെ വ്യക്തമാവുകയായിരുന്നു. അവനെ കണ്ടെത്തി അവനൊരു ഹഗ് കൊടുക്കണം എന്നത് ജെയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൻ സ്ഥിരമായി പോവാറുണ്ടായിരുന്ന ആ പാർക്കിൽ ഫ്രീ ഹഗ്സ് കൊടുക്കുന്ന തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് ജെ അവിടെ തുടർന്നിരുന്നത്. ആ പയ്യന് ജെയോട് ക്ഷമിക്കണം എന്നുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ പയ്യനെ ഹഗ് ചെയ്തതോടെ ജെയുടെ ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. അതോടെ ആത്മഹത്യക്ക് മുമ്പ് ജയ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞു. ജീവിതം അവസാനിക്കുന്നതിനെ പറ്റി അവൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ജയിനെ തനിക്ക് കാണാൻ സാധിക്കില്ലേ എന്നതോർത്ത് റേ ഏറെ ദുഃഖിതയാവാൻ ആരംഭിച്ചിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് തന്നെ സഹായിച്ച ഒരാളെ നഷ്ടപ്പെടുത്താൻ അവൾക്ക് എങ്ങനെ സാധിക്കും? അവൾ ആകെ ആശങ്കയിലും കൺഫ്യൂഷനിലും ഒക്കെയായി. അവൻ കാരണം മാത്രമായിരുന്നു റേയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതും അവൾ ആത്മഹത്യ ചെയ്യാതിരുന്നതും. പിന്നീട് റേയും ജെയും വീണ്ടും കണ്ടുമുട്ടി. അവൻ പറഞ്ഞ പോലെ അന്ന് താൻ തന്റെ ലിസ്റ്റിൽ കുറെ എഴുതിയില്ലേ, അതുപോലെ ജെയും തനിക്ക് വേണ്ടി അവന്റെ ലിസ്റ്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എഴുതി ചേർക്കണം എന്ന് റേ ആവശ്യപ്പെട്ടു. റേ അത് ചെയ്യാൻ തയ്യാറായിരുന്നു. പിന്നീടും അവർ വീണ്ടും കണ്ടു. ഇത്തവണ ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ച ജെ അവന്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. അതിലൊന്ന് അലാസ്കയിലേക്ക് പോയി തന്റെ അച്ഛനെ കാണുക എന്നതായിരുന്നു. അവിടെ കോളേജിൽ ചേർന്ന് പഠിക്കുകയും വേണം. റേയോട് യാത്ര പറഞ്ഞ് ജെ പുറപ്പെട്ടു. ആ സമയം അവൾക്കായി ഒരു കത്തും നൽകി. ജെ പോയതിനു പിന്നാലെ റേക്ക് പൊട്ടിക്കരയാൻ തോന്നിയിരുന്നു. എങ്കിലും ഉള്ളിലെ സങ്കടങ്ങൾ അവൾ കടിച്ചൊതുക്കി. ജെയ്ക്ക് വാക്കുകൊടുത്തിരുന്നു സങ്കടങ്ങൾ വന്നാലും താൻ ഇനി അങ്ങനെ കരയില്ലെന്ന്. ആ സമയമാണ് ജെ കൊടുത്ത ലെറ്ററിന്റെ കാര്യം അവൾ ഓർത്തത്. അവൾ അത് തുറന്നു നോക്കി. സങ്കടം വന്നാൽ കരയുക തന്നെ വേണം. അതൊരു കുറ്റമോ കുഴപ്പമോ ഒന്നുമല്ല, ഹുയീന എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അത് കണ്ടതും അവൾ പൊട്ടി കരഞ്ഞു. കരയുക എന്നത് ദൗർബല്യത്തിന്റെ ലക്ഷണമല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു അവിടെ ജെ ചെയ്തിരുന്നത്. അത് കരുത്തിന്റെ ലക്ഷണം കൂടിയാണ്. റേയുടെ ജീവിതം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവൾക്ക് കൂട്ടുകാരൊക്കെയുണ്ട്. പഴയ പോലെ അവൾ ഒറ്റപ്പെട്ട പെൺകുട്ടിയല്ല. ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.